നമസ്കാരം കുട്ടികളെ, ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിൽ കേരളീയം എന്ന ഈ യൂണിറ്റിലെ ഓണത്തെക്കുറിച്ചുള്ള തൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്ന തകഴിയുടെ ലേഖനമായ ഓണം അന്നും ഇന്നും എന്ന പാഠഭാഗത്തേക്ക്, അതിൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കാം അല്ലേ. ഇവിടെ നമ്മൾ പരിചയപ്പെട്ടു പിള്ളേരോണം എന്നൊരു ഓണത്തിൻ്റെ സവിശേഷതയെ പരിചയപ്പെട്ടു അല്ലേ. അതായത് കർക്കിടക മാസത്തിലെ തിരുവോണം നാൾ മുതലേ തന്നെ ചിങ്ങമാസത്തിലെ തിരുവോണത്തിന് വേണ്ടിയുള്ളതായിട്ടുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുകയായി എന്ന് നമ്മൾ പറഞ്ഞു. പിള്ളേരോണത്തിൻ്റെതായിട്ടുള്ള ചടങ്ങുകളൊക്കെ നമ്മൾ പരിചയപ്പെട്ടു. പിള്ളേരോണത്തെക്കുറിച്ചിട്ട് ഒരു കുറിപ്പ് നിങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അതിനെക്കുറിച്ചുള്ളതായിട്ടുള്ള കാര്യങ്ങൾ ശേഖരിച്ചുകൊണ്ട് അതോടൊപ്പം ഓണത്തിൻ്റെ അത്തം മുതൽ, ചിങ്ങത്തിലെ അത്തം മുതൽ ഓണത്തിൻ്റെതായിട്ടുള്ള ഓരോ ചടങ്ങുകൾ, ഓണത്തിന് വേണ്ടിയുള്ളതായിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഒക്കെ ഓരോ നാളുകൾക്കനുസരിച്ചിട്ടും ആരംഭിക്കുകയായി എന്നുള്ള കാര്യങ്ങളും അതിനെക്കുറിച്ചുള്ള വിവരണവും നമ്മൾ കാണുകയുണ്ടായി. അത്തം മുതൽ പൂക്കളം ഒരുക്കുന്നു, ചോദ്യം മുതൽ നെല്ല് പുഴുങ്ങുവാനായിട്ട് ആരംഭിക്കുന്നു. അവിടെ നമ്മൾ കണ്ടു ആശയം വിശദമാക്കാനായിട്ട് കരുതി വച്ചിട്ടില്ലാത്തവൻ കടം കൊള്ളണം എന്നുള്ളതും ദിവസങ്ങൾ എണ്ണി നീക്കുക എന്നിങ്ങനെയുള്ളതായിട്ടുള്ള പ്രയോഗങ്ങളുടെ ആശയം വിശദമാക്കുവാനുള്ളതായിട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ കാണുകയുണ്ടായി. അത് നിങ്ങൾ നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ കുറിച്ചിട്ടുണ്ടായിരിക്കും. മറ്റൊന്ന്, വിശാഖം മുതലാണ് കച്ചവട സ്ഥലങ്ങളൊക്കെ ആരംഭിക്കുന്നത്. ഓണത്തെ പ്രതീക്ഷിച്ചു കൊണ്ടുള്ളതായിട്ടുള്ള കച്ചവടങ്ങൾ ആരംഭിക്കുവാനായിട്ട് തുടങ്ങുന്നത്. ഓണത്തിന് ആവശ്യമായിട്ടുള്ള കച്ചവടങ്ങൾ ഒരുങ്ങുന്നത് വിശാഖം നാൾ മുതലാണ് എന്നുള്ള കാര്യം നമ്മൾ പരിചയപ്പെട്ടു. അതുപോലെ പച്ചക്കറി വാങ്ങുവാനുള്ളതായിട്ടുള്ള ദിവസങ്ങൾ മൂലം പൂരാടൻ ദിവസങ്ങളിലാണ് എന്ന് കണ്ടു. മറ്റൊന്നെന്തായിരുന്നു, ഓണക്കാഴ്ചയെ കുറിച്ചിട്ട് നമ്മൾ പരിചയപ്പെട്ടു അല്ലേ. പഴയ കാലത്തെ ഒന്നായിരുന്നു ജന്മി കുടിയാൻ ബന്ധമായിരുന്നു അന്നത്തെ കാലത്ത് നിലനിൽക്കുന്നുണ്ടായിരുന്നത് എന്നൊക്കെ നിങ്ങൾ കേരളം ഇന്നലെ ഇന്ന് എന്നൊക്കെയുള്ളതായിട്ടുള്ള കാര്യത്തിൽ പറയുണ്ടായി. അപ്പോൾ അതിനെക്കുറിച്ചുള്ളതായിട്ടുള്ള ജന്മി കുടിയാൻ ബന്ധത്തിൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ ഓണക്കാഴ്ച സമർപ്പിക്കുന്നതായിട്ടുള്ള ഒരു രീതി ഉണ്ടായിരുന്നു. ആ ഒരു ഓണക്കാഴ്ച സമർപ്പിക്കുന്നതായിട്ടുള്ള ദിവസങ്ങൾ വരുന്നത് പൂരാടം ഉത്രാടം ദിവസങ്ങളിലായിട്ടായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ കണ്ടു. അതോടൊപ്പം കൃഷിക്കാരൻ ഒരേ സമയം തന്നെ ജന്മിയും കുടിയാനുമായിട്ട് മാറുന്നത് എങ്ങനെയാണ് എന്നുള്ളതായിട്ടുള്ള കാഴ്ചയും നമ്മൾ വിവരിക്കുകയുണ്ടായി. അതിൻ്റെ ഉത്തരവും നിങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് പാഠത്തിൻ്റെ അടുത്ത ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കാം. എന്തൊക്കെയായിരുന്നു മറ്റ് ഓണത്തെക്കുറിച്ചുള്ളതായിട്ടുള്ള പഴയകാല വിശേഷങ്ങളിൽ നിന്ന് നമുക്ക് പരിചയപ്പെടാം. അടുത്ത പാഠഭാഗം ശ്രദ്ധിക്കുക. ഇവിടെ ഒരു ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ. ഒരു ഉലക്കയും ഉരലും കാണുന്നുണ്ടല്ലേ. ഇന്ന് അന്യം നിന്ന് പോയതായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ വീടിൻ്റെ അകങ്ങളിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് മാറ്റിയതായിട്ടുള്ള ഉരലും ഉലക്കയും ഒക്കെ നമുക്ക് ഈ ചിത്രത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ടല്ലേ. പാഠഭാഗം ശ്രദ്ധിക്കുക. അന്ന് നെല്ല് കുത്തുന്നത് പെണ്ണുങ്ങൾ ഉലക്കയും ഉരലും കൊണ്ടാണ്. അത് ഉരപ്പുര ഭാഗത്തെ ഒരു ഉത്സവമാണ്. നിലമനയിലിട്ട് നെല്ല് തൊലിക്കും. തറയിൽ നല്ല കട്ടിയിൽ ചെങ്കല്ലിട്ട് ഉറപ്പിക്കുന്നതാണ് നിലമന. പിന്നെ കൊഴിച്ചൂമി പാറ്റും. അതിനുശേഷം കല്ലുരലിലോ മര ഉരലിലോ ഉലക്ക കൊണ്ട് അരി അവയ്ക്കും. അപ്പോൾ അന്ന് നെല്ല് കുത്തുന്നത് പെണ്ണുങ്ങൾ ഉലക്കയും ഉരലും കൊണ്ടാണ്. ഉരലിൽ ഈ നെല്ലിട്ടിട്ട് അത് ഉല കൊണ്ട് ഇടിച്ചാണ് എന്ത് ചെയ്യുന്നത്, നെല്ല് കുത്താറുള്ളത്. അത് ഉരപ്പുര ഭാഗത്തെ ഒരു ഉത്സവമാണ്. ഉരലും ഉലക്കയും ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെ ഒരു ഉരപ്പുരയുണ്ടായിരുന്നു. ഈ നെല്ല് കുത്തുക എന്ന് പറയുന്നത് ഉരപ്പുര ഭാഗത്തെ ഒരു ഉത്സവമായിട്ടായിരുന്നു കണക്കാക്കിയിരുന്നത്. നിലമനയിലിട്ട് നെല്ല് തൊലിക്കും. എന്താണ് തൊലിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ തൊലി കളയുക. അതായത് ഈ നെല്ലിൻ്റെ ഉമി മാറ്റുക, അല്ലെങ്കിൽ ആ ഒരു പതിര് മാറ്റുക എന്നുള്ളത് തന്നെയാണ് നെല്ല് തൊലിക്കുക എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. നിലമന എന്താണ് എന്നുള്ളത് അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. എന്താണ്, തറയിൽ നല്ല കട്ടിയിൽ ചെങ്കല്ല് ഇട്ട് ഉറപ്പിക്കുന്നതാണ് നിലമന. പഴയ കാലത്തെ വീടുകളൊക്കെ പണിയുവാനായിട്ട് ഉപയോഗിച്ചിരുന്നത് മണ്ണ് വെട്ടി ഉണ്ടാക്കുന്നതായിട്ടുള്ള ചെങ്കല്ലുകളായിരുന്നു അല്ലേ. ആ ചെങ്കല്ലുകൾ തറയിലിട്ട് ഉറപ്പിച്ചിരിക്കുന്നതാണ് നിലമന എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ നിലമനയിലിട്ടിട്ടാണ് ഈ നെല്ല് തൊലിക്കുന്നത്. പിന്നെ കൊഴിച്ചു ഉമി പാറ്റും. അങ്ങനെ കൊഴിച്ചതായിട്ടുള്ള ഈ ഉമീനെ പാറ്റി, അതായത് കാറ്റിൽ അത് നെല്ലും അരിയും ഉമിയുമായിട്ട് മാറ്റുന്നു. അതിനുശേഷം കല്ലുരലിലോ മര ഉരലിലോ ഉലയ്ക്ക കൊണ്ട് അരി അവയ്ക്കും.
ഈ പതിര് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ അരിയുടെ മുകളിലായിട്ട് ഒരു ഉമി പിടിച്ചിരിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിനൊന്ന് അവക്കിയെടുക്കാനായിട്ട് എന്ത് ചെയ്യും, ഈ മര ഉരലിലോ അല്ലെങ്കിൽ കല്ലുരലിലോ ഇട്ടിട്ട് ഒന്ന് അവക്കിയെടുക്കും. ഇതിൽ പല വാക്കുകളും ഇന്നത്തെ തലമുറയ്ക്ക് പുത്തനായിരിക്കും. ചെറുപ്പക്കാരായ സാഹിത്യകാരന്മാർക്ക് പോലും ഇത് മനസ്സിലാകില്ലായിരിക്കും. തെള്ളി തവിടും മാറ്റിക്കഴിഞ്ഞ് പിന്നെയും അത് മിനുക്കി എന്ന് വരും. അതിനെല്ലാം പ്രത്യേകം ഉലയ്ക്കകളുണ്ട്. 3-4 ദിവസം രാപ്പകൽ പെണ്ണുങ്ങളുടെ ജോലി ഓണനെല്ല് കുത്തുകയാണ്. അതൊരു ആഘോഷം തന്നെയാണ്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഒരു ക്വസ്റ്റ്യനായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇതിൽ പല വാക്കുകളും നിങ്ങൾക്ക് പുതിയ തലമുറയ്ക്ക് ഇന്ന് മനസ്സിലാകാത്ത രീതിയിലുള്ള പഴമയിൽ മാത്രം നിലനിന്നിരുന്നതായിട്ടുള്ള പല വാക്കുകളും ഇതിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ അത്തരത്തിലുള്ളതായിട്ടുള്ള പഴയ കാലത്ത് മാത്രം ഉപയോഗിച്ചിരുന്ന ഇന്ന് അധികം ഉപയോഗിക്കാത്തതായിട്ടുള്ള വാക്കുകൾ ഏതൊക്കെയാണ് എന്ന് കണ്ടെത്തിയിട്ട് ഏതൊക്കെ പഴയ വാക്കുകൾ നമുക്കിതിൽ കണ്ടെത്താമെന്നുള്ളത് നോക്കുക. അവ ഏതൊക്കെയാണ് എന്നുള്ളത് നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ ഒന്ന് കുറിച്ച് വയ്ക്കുക. ചെറുപ്പക്കാരായ സാഹിത്യകാരന്മാർക്ക് പോലും ഇത് മനസ്സിലാകില്ലായിരിക്കും. തെള്ളി തവിടും മാറ്റിക്കഴിഞ്ഞ് പിന്നെയും അത് മിനുക്കി എന്ന് വരും. അപ്പോൾ തവിടൊക്കെ മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാലും അതിൽ വീണ്ടും ഒന്ന് മിനുക്കിയെടുക്കുക എന്നുള്ളതായിട്ടുള്ള രീതി, ഉരുളിലിട്ട് തന്നെ വീണ്ടും ഒന്ന് അമക്കി അതുപോലെ തന്നെ അതിൻ്റെ മുകളിലുള്ളതായിട്ടുള്ള ആ ഒരു തവിടൊക്കെ നന്നായിട്ട് മാറ്റിയെടുക്കുന്നതായിട്ടുള്ള ഒരു രീതിയും ഉണ്ടായിരുന്നു. അതിനെല്ലാം പ്രത്യേകം ഉലയ്ക്കകളുണ്ട്. ഇതൊക്കെ ചെയ്യുവാനായിട്ട് ഒരേ തരത്തിലുള്ളതായിട്ടുള്ള ഉലയ്ക്ക തന്നെയല്ല, പല തരത്തിലുള്ളതായിട്ടുള്ള ഉലയ്ക്കകൾ ഉപയോഗിച്ചിട്ടാണ് ഈ ഓരോ പരിപാടികളും ഓരോ തവണ ഈ നെല്ലിനെ അരിയാക്കി എടുക്കുന്നതായിട്ടുള്ള ഈ ഒരു നടപടി ക്രമങ്ങൾ നടത്തിയിരുന്നത്. 3-4 ദിവസം രാപ്പകൽ പെണ്ണുങ്ങളുടെ ജോലി ഓണനെല്ല് കുത്തുകയാണ്. അപ്പോൾ ഇത് ഒരു ദിവസത്തെ അധ്വാനമൊന്നുമല്ല. 3-4 ദിവസം കൊണ്ട് രാവും പകലും അധ്വാനിച്ചു കൊണ്ടാണ് പെണ്ണുങ്ങൾ ഈ ഓണനെല്ല് കുത്തുന്നതായിട്ടുള്ള ജോലി ചെയ്തു തീർക്കുന്നത്. പക്ഷേ ഇതൊരു അധ്വാന ഭാരമായിട്ടല്ല അവർ കണ്ടിരുന്നത്, അതൊരു ആഘോഷമായിട്ടായിരുന്നു കണക്കാക്കിയിരുന്നത്. ഉത്രാടം പൂരാടം ദിവസങ്ങളിൽ ഓണക്കാഴ്ചയെക്കുറിച്ചിട്ടും നെല്ല് കുത്തുന്നതിനെ കുറിച്ചിട്ടും ഒക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ. ഉത്രാടം എന്ന് പറയുന്നത് വെപ്രാളമാണ്. ഉത്രാടപ്പാച്ചിൽ എന്നൊക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ടല്ലേ. ഉത്രാടം വെപ്രാളമാണ്. ഇടയ്ക്ക് ഒരു കാര്യം മറന്നുപോയി. ഒരുമാതിരി വീടുകളെല്ലാം അത്തത്തിന് മുൻപ് തന്നെ തേങ്ങ ആട്ടി വെളിച്ചെണ്ണ ശേഖരിച്ചിരിക്കും. ഓരോ തേങ്ങ ഇടിയിലും ഓണത്തിന് വേണ്ടി നല്ല വിളഞ്ഞ തേങ്ങ തിരഞ്ഞു പ്രത്യേകം ശേഖരിച്ചിരിക്കും. അത് പൊതിച്ച് കൊപ്രയാക്കി അരിഞ്ഞ് ഉണക്കി ആട്ടി വെളിച്ചെണ്ണയാക്കും. അന്ന് യന്ത്രത്തിലല്ല കൊപ്രയാട്ടുന്നത്. ഒരു കരയിൽ 4, 5, 6 മരച്ചക്കുകൾ കാണും. ഇത് പ്രവർത്തിപ്പിക്കുന്നത് സാധാരണ ക്രിസ്ത്യാനികളാണ്. മരച്ചക്കു അന്ന് വീടുകളിൽ വിളക്ക് കത്തിച്ചിരുന്നത് പുന്നയ്ക്ക എണ്ണ കൊണ്ടാണ്. അപ്പോൾ ചക്കും ചക്കാട്ടുന്നവരും നാട്ടിൽ ഒഴിച്ചുകൂടാൻ വയ്യാത്ത ആവശ്യങ്ങളായിരുന്നു. അവരാണ് വീടിന് വെട്ടം തരുന്നത്. ഇനി മറ്റൊരു പ്രത്യേകതയാണ്, ഉത്രാടം വെപ്രാളമാണെന്ന് പറഞ്ഞു. ഓരോരോ കാര്യങ്ങൾ ഒരുക്കുന്നതിനെ കുറിച്ചുള്ളതായിട്ടുള്ള സൂചനകളെല്ലാം ഇതിലുണ്ട്. അതിലൊന്നാണ് എന്ത്, ഓണത്തിന് മുൻപേ തന്നെ ഓരോ തവണ കുറച്ച് നാളുകൾക്ക് മുൻപേ തന്നെ ഓണത്തിന് വേണ്ടിയുള്ളതായിട്ടുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഓരോ തവണ തേങ്ങ ഇടുമ്പോഴും അതിൽ ഏറ്റവും വിളഞ്ഞ് പാകമായത് നോക്കിയിട്ട് മാറ്റിവെക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? കൊപ്രയാട്ടുന്നതിന് വേണ്ടിയിട്ടല്ലേ. അവയെല്ലാം ഓണത്തിന് മുൻപായി തന്നെ ശേഖരിച്ച് വെച്ച് അത് പൊതിച്ച് അതിൽ നിന്ന് അതിനെ കൊപ്രയാക്കി ഉണക്കി കൊപ്രയാക്കും. ആ കൊപ്രയൊക്കെ പിന്നെ അരിഞ്ഞെടുത്ത് ഉണക്കി ആട്ടി വെളിച്ചെണ്ണയാക്കിയിട്ട് ഓണത്തിന് വേണ്ടിയിട്ട് ശേഖരിച്ച് വെക്കുന്നതായിട്ടുള്ള ഒരു രീതിയും അന്നത്തെ കാലഘട്ടത്ത് ഉണ്ടായിരുന്നു. ഇന്നും നമ്മൾ അതൊക്കെ ചെയ്യാറുണ്ടല്ലേ. ഓണത്തിന് വേണ്ടി മാത്രമല്ല, വീട്ടിൽ ഉണ്ടാകുന്നതായിട്ടുള്ള തേങ്ങയൊക്കെ പൊതിച്ച് ഉണക്കി അരിഞ്ഞ് ഇതുപോലെ നമ്മൾ കൊപ്ര ആട്ടി എടുക്കാറുണ്ടല്ലേ, വെളിച്ചെണ്ണ എടുക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ നമുക്ക് അതൊക്കെ ചെയ്യുവാനായിട്ടുള്ള യന്ത്രങ്ങൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്കുണ്ട്. പക്ഷേ ആദ്യകാലത്ത് എങ്ങനെയായിരുന്നു ഈ കൊപ്ര ആട്ടിയിട്ട് വെളിച്ചെണ്ണ എടുത്തിരുന്നത്? എങ്ങനെയായിരുന്നു?
അന്ന് യന്ത്രത്തിലല്ല കൊപ്രയാട്ടുന്നത്. ഒരു കരയിൽ 4, 5, 6 മരച്ചക്കുകൾ കാണും. ഇന്നത്തെ നമ്മുടെ കൊപ്രയാട്ടുന്നതായിട്ടുള്ള മില്ലിന് പകരം അവിടെ അന്ന് എന്തുണ്ടായിരുന്നു? കൊപ്രയാട്ടുന്നതിന് വേണ്ടിയിട്ട് മരച്ചക്കുകൾ ഉണ്ടായിരുന്നു. പഴയ കാലത്തെയൊക്കെ സിനിമകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചക്ക് ആട്ടുന്നതായിട്ടുള്ള കൊപ്ര ഒക്കെ വെളിച്ചെണ്ണയൊക്കെ ആട്ടുന്നതായിട്ടുള്ള ചക്കുകൾ, മരച്ചക്കുകൾ നമുക്ക് കാണാനായിട്ട് ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ. അപ്പോൾ ഒരു കരയിൽ 4, 5, 6 ഒക്കെ മരച്ചക്കുകൾ ഉണ്ടായിരിക്കും. ഇത് പ്രവർത്തിപ്പിക്കുന്നത് എങ്ങനെയാണ്? യന്ത്രത്താലാണോ? അല്ല. പിന്നെ എങ്ങനെയാണ്? സാധാരണ ക്രിസ്ത്യാനികളാണ് ഈ ചക്കിൻ്റെ ഉടമസ്ഥർ. ചക്ക ആട്ടുന്നത് ആരായിരിക്കും? കന്നുകാലികൾ ഉപയോഗിച്ചിട്ടാണ് ചക്ക് ആട്ടാറുള്ളത്. അവരിങ്ങനെ ചക്കിന് ചുറ്റും കിടന്നിട്ട് നടക്കും. അപ്പോൾ അവരുടെ ആ ഒരു നടത്തത്തിനനുസരിച്ചിട്ട് ഈ മരച്ചക്കിലുള്ളതായിട്ടുള്ള എണ്ണ ഇങ്ങനെ ആടി ആടി വെളിച്ചെണ്ണയാക്കിയിട്ട് നമുക്ക് ലഭിക്കുന്നതായിട്ടുള്ള ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് വീടുകളിൽ വിളക്ക് കത്തിച്ചിരുന്നത് പുന്നയ്ക്ക എണ്ണ കൊണ്ടാണ്. അപ്പോൾ ഈ മരച്ചക്കുകളിൽ തന്നെ ആട്ടിയെടുക്കുന്നതായിട്ടുള്ള പുന്നയ്ക്കായയുടെ എണ്ണ ഉപയോഗിച്ചിട്ടാണ് വിളക്ക് കത്തിച്ചിരുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഇങ്ങനെയുള്ളതായിട്ടുള്ള പാചക ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുമ്പോൾ അത്രയൊന്നും ഇല്ല ഉള്ളത്. ഈ ഇത്തരത്തിൽ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുമ്പോൾ പുന്നയ്ക്ക എണ്ണ ഉപയോഗിച്ചിട്ടായിരുന്നു വിളക്കുകളൊക്കെ തെളിയിച്ചിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് വീടുകളിൽ വിളക്ക് കത്തിച്ചിരുന്നത് പുന്നയ്ക്ക എണ്ണ കൊണ്ടാണ്. അപ്പോൾ ചക്കാട്ടുന്നവരും നാട്ടിൽ ഒഴിച്ചു കൂടാൻ വയ്യാത്ത ആവശ്യമായിരുന്നു. കാരണം എന്താണ്? അന്നത്തെ കാലഘട്ടത്തിൽ വൈദ്യുതി ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ വീടുകളിൽ വിളക്ക് കത്തിക്കുവാനുള്ളതായിട്ടുള്ള പുന്നയ്ക്ക എണ്ണ ഉണ്ടാക്കുന്നതും എവിടെ തന്നെ നിന്ന് വേണം? ഇത്തരത്തിലുള്ള ചക്കുകളിൽ നിന്ന് തന്നെ വേണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ചക്കാട്ടുന്നവരും നാട്ടിൽ ഒഴിച്ചുകൂടാൻ വയ്യാത്ത ആവശ്യങ്ങളായിരുന്നു. എന്തുകൊണ്ടാണ്? അവരാണ് വീടിന് വെട്ടം നൽകുന്നത്. വെട്ടം തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചം തരുന്നത്. പുന്നയ്ക്ക എണ്ണ നൽകിക്കൊണ്ട് വെളിച്ചം തരുന്നത് അവരായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് ഒഴിച്ചുകൂടാൻ വയ്യാത്തവരായിരുന്നു ചക്കാട്ടുന്നവരും. ഇവിടെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് ഇല്ലേ? നമ്മുടെ പാഠഭാഗത്ത് തന്നെ ഒരു ചോദ്യമുണ്ട്. എന്ത്? വീട്ടിൽ വെട്ടം തരുന്നവരായിരുന്നു അവർ. ചക്കാട്ടുന്നവരെ ഇങ്ങനെ വിശേഷിപ്പിക്കാൻ കാരണമെന്ത് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. പൂരാടം ഉത്രാടം ദിവസങ്ങളിൽ തന്നെയാണ് ബാക്കിയുള്ളതായിട്ടുള്ള വറുക്കലും കരിക്കലും ഒക്കെ ഉള്ളതായിട്ടുള്ള ചടങ്ങുകളും ആരംഭിക്കുന്നത്. അടുത്ത ഭാഗം നോക്കുക. പൂരാടം ഉത്രാടം ദിവസങ്ങളിലാണ് വറുക്കലും കരിക്കലും. 4 ഇനം ഉപ്പേരി, ശർക്കര പുരട്ടി എല്ലാം അന്നാണ് ഉണ്ടാക്കുന്നത്. ഉപ്പേരിയും ശർക്കര പുരട്ടിയും എല്ലാം നാട്ടിൽ വിശേഷ വിഭവങ്ങളായിരുന്നു. ഇന്നത് വിശേഷ വിഭവമല്ല. പാക്കറ്റിൽ കടകളിൽ കിട്ടും. ചിപ്സ് എന്ന ഓമന പേരിൽ. അന്നൊക്കെ ഒരിക്കലേ എൻ്റെ വീട്ടിൽ ഉപ്പേരി വറുക്കുമായിരുന്നുള്ളൂ. അത് ഓണത്തിനായിരുന്നു. മിക്കവാറും വീടുകളിലെ സ്ഥിതി ഇതായിരുന്നു. ഓണം കൊണ്ടാടാൻ നിവൃത്തിയില്ലാത്ത പാവപ്പെട്ടവൻ അന്ന് നിവൃത്തിയുള്ള വീടുകളിലെത്തും. അരിയോ നെല്ലോ തേങ്ങയോ അവർക്ക് കൊടുക്കുകയും ചെയ്യുമായിരുന്നു. ഓണം കൈക്കൊള്ളാൻ വരുന്നവരെ ഒരിക്കലും വെറും കൈയോടെ അയക്കുമായിരുന്നില്ല. ഇന്ന് അതുണ്ടോ? പച്ചക്കറികളുടെ കാര്യത്തിൽ അടുത്ത വീട്ടുകാരെല്ലാം പരസ്പരം സഹകരിച്ചിരിക്കും. മുരിങ്ങയ്ക്ക ആലപ്പുഴയിൽ കിട്ടാതെ വന്നാൽ അടുത്ത വീട്ടുകാർ തിരുവോണത്തിനുള്ള മുരിങ്ങയ്ക്ക തന്നിരിക്കും. 18 മണി പയർ അവർക്ക് കിട്ടിയില്ല, അതിവിടെയുണ്ട്, കൊടുത്തു എന്നിരിക്കും. അപ്പോൾ പൂരാടം ഉത്രാടം ദിവസങ്ങളിലായിട്ടാണ് വറുക്കലും കരിക്കലും ഒക്കെ ആരംഭിക്കുന്നത്. വറുക്കലും കരിക്കലും എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് എന്താണ്? ഉപ്പേരിയും ശർക്കര പുരട്ടിയും ഒക്കെ ഉണ്ടാക്കുന്നതായിട്ടുള്ള ആ ഒരു കാര്യത്തെ കുറിച്ചിട്ടാണ് സൂചനയുള്ളത് അല്ലേ? 4 ഇനം ഉപ്പേരി, ശർക്കര പുരട്ടി എല്ലാം ഈ പൂരാടം ഉത്രാടം ദിവസങ്ങളിലായിട്ടാണ് ഉണ്ടാക്കുക. മാത്രമല്ല അത് ഓണത്തിന് മാത്രമുള്ളതായിട്ടുള്ള ഒരു വിശേഷ വിഭവമായിരുന്നു. അത് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ മാത്രമല്ല, അന്നത്തെ കാലഘട്ടത്തിലെ എല്ലാ വീടുകളിലെയും സ്ഥിതിയും അത് തന്നെയായിരുന്നു. ഓണത്തിന് മാത്രം ഉണ്ടാക്കുന്നതായിട്ടുള്ള ഒരു വിശേഷ വിഭവമായിരുന്നു ഉപ്പേരിയും ശർക്കര പുരട്ടിയും ഒക്കെ. പക്ഷേ ഇന്നത് ഒരു വിശേഷ വിഭവമായിട്ടല്ല നമ്മൾ കണക്കാക്കുന്നത് അല്ലേ? കാരണം എന്താണ്? ഇന്ന് നമുക്ക് ഏതൊരു കാലഘട്ടത്തിലായാലും കടകളിൽ നിന്ന് ചിപ്സ് എന്നുള്ളതായിട്ടുള്ള ഓമന പേരിൽ ഈ ഉപ്പേരിയും ശർക്കര പുരട്ടിയും ഒക്കെ കിട്ടുന്നതായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് വന്നു ചേർന്നിരിക്കുന്നു. അന്ന് അത് വിശേഷ വിഭവമായത് എന്തുകൊണ്ടാണ്? അന്നൊക്കെ ഒരിക്കലേ
വീട്ടിൽ ഒരു വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഈ ഉപ്പേരിയും ശർക്കര പുരട്ടിയൊക്കെ ഉണ്ടാക്കുള്ളൂ. അതെന്തിനു വേണ്ടിയിട്ട് മാത്രമാണ്? ഓണത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് അല്ലേ. അതുകൊണ്ട് തന്നെ അന്ന് അതൊരു വിശേഷ വിഭവമായിരുന്നു. മിക്കവാറും വീടുകളിലെ സ്ഥിതി ഇതായിരുന്നു. ഓണം കൊണ്ടാടാൻ നിവൃത്തിയില്ലാത്ത പാവപ്പെട്ടവൻ അന്ന് നിവൃത്തിയുള്ള വീടുകളിലെത്തും. അപ്പോൾ ഇതൊന്നും കൊണ്ടാടാനായിട്ടുള്ള നിവൃത്തിയില്ലാത്തതായിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യും? കുറച്ചൊക്കെ ഓണം ആഘോഷിക്കുന്നവരുടേതായിട്ടുള്ള വീടുകളിലേക്ക് വന്നു ചേരും. അങ്ങനെ വന്നു ചേരുന്നവരെ വെറും കൈയോടെ വിട്ടയക്കുന്നതായിട്ടുള്ള ഒരു സ്ഥിതിയായിരുന്നില്ല അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരു നിവൃത്തിയില്ലാതെ വരുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്തു വിടുന്നതായിട്ടുള്ള ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. അത് അരിയായിരിക്കാം, നമുക്ക് കഴിയുന്നത് പോലെയുള്ളതായിട്ടുള്ള സഹായം അവർക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ള രീതിയിൽ അരിയോ നെല്ലോ തേങ്ങയോ ഒക്കെ ഇങ്ങനെ വന്നു ചേരുന്നതായിട്ടുള്ള ആളുകൾക്ക് കൊടുത്തയക്കുന്നതായിട്ടുള്ള ഒരു രീതിയും അന്ന് കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഓണം കൈക്കൊള്ളാൻ വരുന്നവരെ ഒരിക്കലും വെറും കൈയോടെ അയക്കുമായിരുന്നില്ല. ഇന്നതുണ്ടോ? പച്ചക്കറികളുടെ കാര്യത്തിൽ അടുത്ത വീട്ടുകാരെല്ലാം പരസ്പരം സഹകരിച്ചിരിക്കും. ഇന്ന് പച്ചക്കറി നമ്മൾ ഉണ്ടാക്കുന്നേ ഇല്ല, മറ്റ് സംസ്ഥാനങ്ങളെ കാത്തിരിക്കുകയാണല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊന്നും നോക്കാനായിട്ട് സാധിക്കില്ല. പക്ഷേ ആദ്യ കാലഘട്ടത്തിൽ ഈ പച്ചക്കറികളൊക്കെ പരസ്പരം അയൽ വീട്ടുകാർ തമ്മിൽ സഹകരിച്ചിട്ടായിരുന്നു പച്ചക്കറിയൊക്കെ ലഭിച്ചിരുന്നത്. മുരിങ്ങക്കായ അത് ആലപ്പുഴയിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അടുത്ത വീട്ടുകാരുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ അവരത് കൊടുത്തു എന്നിരിക്കും. അവർക്ക് 18 മണി പയർ ഓണത്തിന് ഒരു വിശേഷ വിഭവമാണ് പയർ. അപ്പോൾ അതുകൊണ്ട് തന്നെ 18 മണി പയർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതെവിടെയുണ്ട്? നമ്മുടെ വീട്ടിലുണ്ട്. അത് നമ്മൾ അവർക്ക് അയൽ വീട്ടുകാർക്ക് വേണമെങ്കിൽ കൊടുത്തു എന്നിരിക്കും. അങ്ങനെ കൊടുക്കൽ വാങ്ങലുകളൊക്കെ ഉണ്ടായിരുന്നതായിട്ടുള്ള പരസ്പര ബന്ധങ്ങൾ നിലനിന്നിരുന്നതായിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നു ആദ്യകാലത്തെ നമ്മുടെ ഓണക്കാലം എന്ന് പറയാം. അതുപോലെ തന്നെ മാനവീയത നഷ്ടപ്പെടാത്തതായിട്ടുള്ള ഒരു സമൂഹം കൂടിയായിരുന്നു അന്ന് കാലത്ത് ഉണ്ടായിരുന്നത് എന്നും അവകാശപ്പെടാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് തകഴി ഇവിടെ വിശദീകരിക്കുന്നത്. ഈ ഭാഗത്തു നിന്നുള്ളതായിട്ടുള്ള ഒരു ചോദ്യം നമ്മൾ പറഞ്ഞു. വീട്ടിൽ വെട്ടം തരുന്നവരായിരുന്നു അവർ. ചക്കാട്ടുന്നവരെ ഇങ്ങനെ വിശേഷിപ്പിക്കാൻ കാരണമെന്ത്? അതിൻ്റെ ഉത്തരം അടുത്ത ക്ലാസ്സിലേക്ക് എഴുതുക. അടുത്തൊരു ചോദ്യം, ഓണം കൈക്കൊള്ളാൻ വരുന്നവരെ വെറും കൈയോടെ അയക്കുമായിരുന്നില്ല. അതുപോലെ കൂട്ടത്തിൽ തന്നെ കടമായും നെല്ലു കൊടുക്കും. എല്ലാവർക്കും ഓണം എന്ന കാഴ്ചപ്പാടുമായി ബന്ധപ്പെടുത്തി ഈ പ്രസ്താവന ചർച്ച ചെയ്യുക. ഇപ്പോൾ പറഞ്ഞതായിട്ടുള്ള ഈ ഒരു കാര്യവും അതോടൊപ്പം ഈ 2 പ്രസ്താവനകളെ കൂടിയിട്ട് ചേർത്തുകൊണ്ട് ആ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം തയ്യാറാക്കുക. അടുത്തൊരു ചോദ്യം നോക്കൂ. ഇന്ന് ഉപ്പേരിക്കും ശർക്കര പുരട്ടിക്കും സ്വാദില്ല എന്ന് പറയാനുള്ള കാരണം എന്താണ്? അന്ന് കാലത്ത് അതൊരു വിശേഷ വിഭവമായിരുന്നു. ഓണത്തിന് മാത്രം ലഭിക്കുന്നതായിട്ടുള്ള വീടുകളിൽ ഉണ്ടാക്കിയിരുന്നതായിട്ടുള്ള ഒരു വിശേഷ വിഭവമായിരുന്നു എന്നുണ്ടെങ്കിൽ ഇന്ന് അത് നമുക്ക് ഒട്ടും തന്നെ വിലയില്ലാത്തതായി തീർന്നതിന് കാരണം എന്താണ്? ഇന്ന് നമുക്ക് സമൃദ്ധമായിട്ട് കടകളിൽ നിന്ന് ചിപ്സ് എന്നോ ഓമനപ്പേരിൽ മേടിക്കുവാനായിട്ട് സാധിക്കുന്നതായിട്ടുള്ള ഒരു വിഭവമായിട്ട് ഉപ്പേരിയും ശർക്കര പുരട്ടിയൊക്കെ മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഇന്നതൊരു സവിശേഷ വിഭവം അല്ലാതായി തീർന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഉപ്പേരിക്കും ശർക്കര പുരട്ടിക്കും സ്വാദില്ല എന്നും പറയാം. പിന്നെ പല വാക്കുകളും ഇന്നത്തെ തലമുറയ്ക്ക് പുതുതായിരിക്കും. അത്തരത്തിലുള്ളതായിട്ടുള്ള വാക്കുകൾ ശേഖരിക്കാനായിട്ടും കണ്ടെത്താനായിട്ടും നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ കുറിച്ച് വയ്ക്കാനായിട്ടും പറഞ്ഞു അല്ലേ. അതും കൂടിയിട്ട് എഴുതി ചേർക്കുക. ഇത്രയും ഭാഗം വരെ നിൽക്കട്ടെ. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം.